തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി വിട്ടയച്ചു. കല്ലാല എസ്റ്റേറ്റിന് സമീപത്ത് നിന്നാണ് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ആതിരപ്പള്ളി റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന PCKയുടെ കാലി പ്ലാന്റേഷനിലെ ഒരു കാട്ടാനയ്ക്ക് കാലിൽ മുറിവുമായിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽഡ് പരിശോധന കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആനയെ ഒബ്സർവ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് 3 ഡോക്ടർമാരടങ്ങിയ ഒരു ടീമിനെ രൂപീകരിച്ച് നിരീക്ഷിച്ച് വരികയായിരുന്നു. ആനയ്ക്ക് പല വിധത്തിലും മരുന്നുകൾ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആന അതിനോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. MS ലിഷോയ് ഉണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, മരുന്ന് വെച്ച് ചികിത്സ നൽകി വിട്ടയക്കാനും മാത്രമുള്ള മുറിവ് പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആനയ്ക്ക്? അതായത് ആനയുടെ പിൻകാലുകളിൽ, ഇടത്തെ പിൻകാലിൽ ആണ് വലിയ മുറിവുണ്ടായിരുന്നത്. ആ മുറിവ് ഗുരുതരമായി മാറുകയും പിന്നീട് ആനയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് ആവുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. മുടന്തിയാണ് ആന നടക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആനയ്ക്ക് ചികിത്സ നൽകുന്ന നടപടികളിലേക്ക് കടന്നത്. 3 ഡോക്ടർമാരടങ്ങുന്ന വനം വകുപ്പ് വെറ്റിനറി ഡോക്ടറായ ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള 3 ഡോക്ടർമാരടങ്ങുന്ന സംഘവും വാഴച്ചാൽ DFO നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ആനയെ ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടുകയും അതിനുശേഷം ആവശ്യമായ ചികിത്സകൾ നൽകുകയും ചെയ്ത് 3 ദിവസം ഇനി ആനയെ കൃത്യമായി നിരീക്ഷിക്കും. ആനയ്ക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകളില്ല എങ്കിൽ ആനയ്ക്ക് മരുന്നുകൾ വീണ്ടും നൽകാനായുള്ളൊരു ശ്രമവും അതുപോലെ തന്നെ ഈ തുടർ ചികിത്സയ്ക്ക് ആവശ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ തന്നെ ആലോചിക്കുകയുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആനയെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.